ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ല നമ്മൾ കണ്ടിട്ട്. വ്ളോഗിങ് ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൽ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ കടന്നു വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫേസിലായിരുന്നു. കുറച്ച് ലോ മൂഡും പിന്നെന്താ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. ബട്ട് സ്റ്റിൽ എനിക്കൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. കുറേ ഗ്യാപ്പ് എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു. സോ അതേ നോക്കി ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഞാൻ നിങ്ങളോട് പിന്നീട് വേറൊരു വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡേൾസ്റ്റൺ കൺട്രി പാർക്കിലോട്ടാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമുക്കൊരു കുറച്ച് വ്ളോഗൊക്കെ ചെയ്യാം. പിന്നെ കുറേ റെക്കമെൻഡേഷൻസ്, കുറേ സബ്സ്ക്രൈബേഴ്സ് ഒരു വീഡിയോസ് അത് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡൾസ്റ്റൺ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലോട്ടാണ്. അപ്പോൾ പോണ വഴിക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം കണ്ട അതാണ് കോർഫെ കാസിൽ. ബ്രിട്ടൻ്റെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് റോയൽ പാലസ് ആണ് കേട്ടോ ഇത്. ഇംഗ്ലീഷ് സിവിൽ വാറിലാണ് ഇതൊക്കെ തകർന്നു പോയത്. ഇവിടെ വെച്ചിട്ടാണ് ഒരു കിങ്ങിനെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഇത് വിസിറ്റ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ എപ്പോഴും കാണാറുണ്ട്. വർത്ത് വിസിറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനറിയില്ല കേട്ടോ. കാരണം എനിക്കത് അങ്ങനെ കാണണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഇതിനോടൊക്കെ കുറച്ചും കൂടെ ഇങ്ങനെ പാഷനേറ്റ് ആയിട്ടുള്ളവർക്ക് ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ മേ ബി ദേ വിൽ അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഞാൻ ഇതുവരെ ഇത് വിസിറ്റ് ചെയ്തിട്ടില്ല. ഇതിന് മേലേക്ക് പോകാനും ഒന്നിനും ഇൻട്രസ്റ്റും കണ്ടിട്ടില്ല. മേ ബി വൺ ഡേ വിൽ വിസിറ്റ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യണത് വെയർഹാമിൻ്റെയും സ്വനേജിൻ്റെയും ഇടയിലാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് മോസ്റ്റ് ഓഫ് ദ ഐക്കോണിക് പ്ലേസസ് ഉള്ളതും. നമുക്ക് എന്താ പറയുക, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഡഡിൽ ഡോറ്, ഡാൻസിങ് ലെഡ്ജ്, അങ്ങനെ കുറേ ഫേമസ് പ്ലേസസ് ഈ സ്വനേജ് ഈ റൂട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഡേൾസ്റ്റൺ കൺട്രി പാർക്കിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ ഞങ്ങൾക്ക് മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ പാർഡൺ മീ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സ്ഥലത്തോട്ട്. എന്ത് ഹരിതാപമല്ലേ നമ്മുടെ നാട്ടിലത്തെക്കാളും കൂടുതൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും മരങ്ങളൊന്നും ഇപ്പം ഇല്ല. റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഞാൻ ലാസ്റ്റ് ജാനുവരി വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ നല്ല ഹരിതാപമാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡേൾസ്റ്റൺ കൺട്രി പാർക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, പോയിട്ട് കാണാം നമുക്ക് ഇനി എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് കേട്ടോ. നമ്മളിവിടെ എത്താറായി. നല്ല ക്യൂട്ടല്ലേ അത് പ്രതിമേനാണ്. ഞങ്ങൾ കയറി വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യുമ്പോൾ തന്നെ അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട. നമ്മൾ പോരാൻ സമയത്താണ് നമുക്കത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകണം. ഇവിടുത്തെ ഇതാ ഇത് എർത്തിൻ്റെ ഫസ്റ്റ് ക്രസ്റ്റ് ഫോംസ് ആണ്. ഓൾഡ് മാമൽസ്. ഓക്കെ, നല്ല തണുപ്പുണ്ടല്ലേ, ഈ കാറ്റാണ്. അടിപൊളി വ്യൂ ബീച്ചിൻ്റെ. ബീച്ചിൽ ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ നിന്ന് കാണാൻ. ഇതിൻ്റെ സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായി. നൈസ്. അറിയില്ല. പതുക്കെ പോട്ടോ.
അടിപൊളി. ഓ എന്തൊരു വിജനത അല്ലേ. അപ്പം ഇങ്ങനെ തുടങ്ങാം എനിക്കറിഞ്ഞൂടാ. കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വ്ളോഗ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ ഭയങ്കര ബാഡ് സിറ്റുവേഷനിൽ നിന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് വ്ളോഗിങ്. എനിക്കൊരു ഡിസ്ട്രാക്ഷൻ കിട്ടാൻ വേണ്ടി മൊത്തം ലൈഫിൽ നിന്ന് തന്നെ അത് എനിക്ക് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ലൈഫിൽ കുറേ എന്താ പറയുക നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റാണ്ടായി തുടങ്ങി. അപ്പം പിന്നെ വീണ്ടും കുറേ സ്റ്റോപ്പ് വന്ന് പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും നിർത്തും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ലൈഫിൽ ഞാൻ എന്തൊക്കെയോ ഭയങ്കര പോസിറ്റീവായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ 11 വർഷമായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പില്ല. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. സോ അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ് എൻ്റെ ലൈഫിൽ. സത്യത്തിൽ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മാരേജ് നടത്തിയതും. സോ അതൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ആൻഡ് വി ആർ ബാക്ക് ടു UK. ഇവിടെ ആണെങ്കിൽ ഒരു കുന്ന സ്ഥലങ്ങളുണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട് കാണാനും പോകാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ കരുതി എനിക്കിഷ്ടമുള്ള കാര്യമാണ് വ്ളോഗിങ്ങും ഡാൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായി കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഇൻസ്പയറിങ് ആണ്. നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയും വരുമല്ലോ. ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗെറ്റ് ദാറ്റ് ടു മൈ ലൈഫ്. ഞങ്ങൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് UK വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ വരുന്നത് കേട്ടോ. ഞങ്ങൾ ജനുവരി പോയി വന്നിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു സ്ഥലത്തേക്ക് വരണേ. ഒക്കെ ഒന്ന് ലൈഫ് ഒന്ന് ഒരു റുട്ടീനായി വന്നപ്പോൾ സന്തോഷം. സോ ഇനി പുതിയതായി വന്നവർക്കും ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കയറിപ്പോയിട്ട് അവിടെ ഒരു ഗ്ലോബ് ഇരിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് നോക്കാം. ആക്ച്വലി എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡുണ്ട്. പക്ഷെ ഞാൻ അവനെന്ന് പറയുമ്പോൾ ആരും ഒഫൻഡഡ് ആയിട്ട് എടുക്കരുത് പ്ലീസ്. ഞങ്ങൾ സെയിം ഏജാണ്. ഞാൻ അവനെ വിളിക്കും, ഏറ്റവും കൂടുതൽ ഞാൻ വൈശുവിനെ വിളിക്കാം. അപ്പോൾ വൈശുവിന് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യും, കുഴപ്പമില്ല. ഓ വൈബല്ല. ഇന്ത്യ ഉണ്ടോ നോട്ടാ. കൊളംബിയ പശു കണ്ടുപിടിച്ചാ. ഓഷ്യൻ. ഓസ്ട്രേലിയ കണ്ടു. എച്ചുമേലെ കണ്ട. ഇത് ഇന്ത്യ, ബംഗാൾ. ഫൗണ്ട് നമ്മുടെ കേരളം, കൊച്ചി കേരളം. ഇവിടെ എവിടെയാണ് മെട്രോസ് ഇവിടെ ഉണ്ട്. മായ നടന്ന് വന്നിട്ട് നമ്മൾ കാസലിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ. ഓഹോ ഇങ്ങനെയാണ്. ലിഫ്റ്റ് ഉണ്ടോ? അതെ, 2 സ്റ്റെപ്പാണ് ലിഫ്റ്റ് ഉണ്ട്. ഓ ലവ്ലി. ഓഹോ ഇതെന്തിട്ടാ? ഗ്യാസിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് സൈൻ ബോർഡ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കി പോയാൽ മതി നമുക്ക്. ഒന്നും കാണാൻ പറ്റില്ല, കാരണം അവിടെ എന്തോ പണി നടക്കാം. ഞങ്ങളവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ആണില്ലേ
കേവ് ആൻഡ് ലൈറ്റ് ഹൗസ്. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇല്ല ഈ വഴി വൈബ് തന്നെ കത്തിക്കാൻ വെച്ചാൽ. പക്ഷെ എന്തിനാ മരത്തിൻ്റെ ഇടയിൽ കാണാൻ പാമ്പല്ല. പക്ഷെ പാമ്പിനെ കണ്ടിട്ടില്ലല്ലോ മഞ്ചേട്ടൻ. ഫോറസ്റ്റിലല്ലേ? ആണോ? ഓ മൈ ഗോഡ്, അവിടെ എത്തണല്ലേ? മാപ്പൊന്നും ഇല്ല ഇവിടെ നിന്ന്. ഒന്നാമത് നെറ്റ് കിട്ടുന്നില്ല. പിന്നെ ഇങ്ങനെ മാപ്പിടാം. അതിന്റെ ഫോൺ പോവാ. Let's explore guys, come on. ഞാൻ ഊരട്ടെ. ഞാൻ സമയം നോക്കിയില്ല കേട്ടോ. ചോദിച്ചു ഏതാ ഈ കല്ല? ഇത് ബേബി മെറ്റലല്ല. പുതിയൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. ചോദിച്ചു ലുക്ക് ഫോർ മീ. വല്ലതും ചാടോ? അതെന്തിട്ട് പറഞ്ഞു നോക്കി നോക്കി. അതാരാ? വല്ലൊരു നീന്താണോ? Oh birds, oh that's ഇവിടെ കേവ് ഇതാണ് കേട്ടോ. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. എന്താ ലോക്ക് ചെയ്ത് വെച്ചേക്കണ്? ഡേഞ്ചറസ് ആണ്. ഇതേ ഫുള്ള് നെഗറ്റീവ്. അയച്ചു ഇതുപോലെ നെറ്റ് അടിക്കാനാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ദേ കേവ്സ്. ഐ ആം സോറി. എന്തോ ചാടണ്ടല്ലോ. മൈ ഗോഡ്, ഇത് കൂടെ പോണ. ഞങ്ങൾ പോയില്ലേ ഗൈസ്. കാരണം ആ വഴി കണ്ടിട്ട് തന്നെ എനിക്ക് കിളി പോയി. പിന്നെ അത്രയും നടക്കാനുള്ള കപ്പാസിറ്റിയും എനിക്കില്ല. ഞങ്ങൾ അവിടെ വെച്ചിട്ട് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകേണ്ടത് നമ്മൾ പാർക്കിംഗ് ചാർജ് ഇപ്പോഴാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് 2.35 പൗണ്ടാണ് വേണ്ടി വന്നത്. നമ്മൾ ജസ്റ്റ് അവിടെ ഇതാക്കുമ്പോൾ നമ്മൾ വണ്ടിയുടെ നമ്പർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് അവർ പറയും എത്രയാണ് നമ്മൾ സ്റ്റേ ചെയ്തേക്കണേന്ന്. എന്താ സെൻസറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പാർക്കിങ്ങിൽ. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരു കിളീനെ കണ്ടു. ഞാൻ വിചാരിച്ചത് മയിലാണെന്നാണ് കേട്ടോ. പക്ഷെ ഇത് മയിലാണോ ആൺമയിലാണോ അല്ലെങ്കിൽ വേറെ വർണ്ണക്കിളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ആളുടെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളെന്തോ ഞൊണ്ടി നടക്കുന്ന പാവം. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. നമുക്ക് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോൾ മാക്സിമം നമ്മൾ ഇവരൊന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് ഇവിടുത്തെ റൂൾസൊക്കെ. ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പതുക്കെ ഞങ്ങൾ വണ്ടി എടുത്തത് പോവാണ് കേട്ടോ. കാരണം അതിനെ നമ്മൾ പേടിപ്പിക്കാൻ പാടില്ലല്ലോ, അവരുടെ ടെറിട്ടറി ആണല്ലോ ഇത്. അപ്പോൾ ബൈ ഗൈസ്.